ഈ ഇപ്പൊ സിനിമയിൽ ഇപ്പൊ ഒരു സ്റ്റാർ ആയിട്ടുള്ള ഒരാളുടെ ഒരു കമ്പാനിയൻ അവരധികം അവരെ വെച്ച് സിനിമ ചെയ്തിട്ടില്ല. ഇപ്പൊ സമീർ ഖാന്റെ ആദ്യ ഭാര്യ അമീർ ഖാനെ വെച്ചിട്ട് സിനിമയെ ചെയ്തിട്ടില്ല. അവര് ഡയറക്ടറാണ് പറയുന്നത്. എനിക്ക് ഭയമാണ്. കാരണം ഓൾറെഡി നമ്മുടെ ഇടയിൽ ഒരു വിശ്വാസമുണ്ട്, ഒരു സ്നേഹമുണ്ട്. അത് ഞാൻ ഇനി കളയണ്ടല്ലോ ഇത്രയും വലിയ ഒരാളെ വെച്ച് പടം ചെയ്തു. അതിനല്ലേ ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കേണ്ടത്. അതെ, അപ്പൊ അത്രമാത്രം നമ്മള് ചെയ്യത്തില്ലേ? അത് ഒരു കുടുംബമായത് വെറുപ്പിച്ചാൽ തീർന്നില്ലേ? അതിന് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്, നല്ലോണം പരിശ്രമിച്ചിട്ടുണ്ട്. അന്ന് പ്രസ് മീറ്റിൽ തന്നെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം ഈ പുട്ട് വെണ്ടക്കക്കറി കടുകുറ ചേച്ചിയുടെ കോൺട്രിബ്യൂഷൻ. ആ സീൻ അവിടെ ഉണ്ട്, ഡയലോഗ്സ് അവിടെ അപ്പൊ പറയാണ് സത്യേട്ടൻ. അല്ലെങ്കിൽ മാറ എപ്പിടിയാவது ചേച്ചിയുടെ മാറ എന്നുള്ളത് അങ്ങ് പറഞ്ഞങ്ങ് അറിയുന്നതൊക്കെ ചേച്ചിയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട് വല്ലാതെ. ജഗദമ്പയിൽ അതുണ്ടോ? ജഗദമ്പയിൽ അതേ ഉള്ളൂ. നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുന്ന, ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഡയറക്ടർ ഒരു ആർട്ടിസ്റ്റും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ. ഡയറക്ടർ ആർട്ടിസ്റ്റിൻ്റെ ഒരിക്കൽ പറയുകയാണ്, എൻ്റെ ആർട്ടിസ്റ്റിൻ്റെ മീറ്റർ, ഇപ്പം വൈഫൈ എന്ന് പറഞ്ഞാൽ ഏത് ആർട്ടിസ്റ്റ് ആയാലും നമ്മുടെ മീറ്റർ ഇതാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവരാ കഥാപാത്രമായി മാറുവാണെങ്കിൽ അവരുടെ വായിൽ നിന്ന് തന്നെ നമ്മൾ പറയുന്ന ആ അർത്ഥം വെച്ചുള്ള വാക്കുകൾ വരും. നമുക്ക് സ്ക്രിപ്റ്റ് എഴുതാനും പറയാൻ പറ്റും. ഉർവശി ഇവിടെ വരൂ, അല്ലെ ഉർവശി വാ, ഇങ്ങനെയല്ലേ എഴുതാൻ പറ്റൂ. ആ എക്സ്പ്രഷൻ കൊടുത്ത് ആ ഇത് ഞാൻ എഴുതിയ സ്ക്രിപ്റ്റ് പോലൊന്നും അല്ല ഉർവശി പറഞ്ഞ വാക്കുകളുടെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് അത് നമ്മളങ്ങ് വിട്ടുകൊടുക്കും. അതാണ് ലൈവ് എന്ന് പറയും. അവരങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അത് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളത് നമ്മൾ ഇനി അല്ല, ഇത് വാമനന്റെ നായല്ല മറ്റേ നായ ഒന്നും പറയണ്ട, അച്ഛൻ്റെ ഇച്ഛയല്ല അങ്ങനെ പറയൊന്നും വേണ്ട. അവരുടെ ഫ്ലോ ഉണ്ട്. അതാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. എല്ലാ സിനിമകളിലൊന്നും അല്ല, നമ്മൾ ഇങ്ങനെയുള്ള സിനിമകളിൽ പറ്റും. ചില സിനിമകളിൽ നമ്മൾ എന്റെ അനുഭവം പറഞ്ഞതേ അല്ലല്ല, അതെ അതെ അതെ. അതിപ്പോ ഇത്തരം ക്യാരക്ടേഴ്സിനൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലതിന് ഇപ്പൊ പുരാണമോ ചരിത്രമോ ഒക്കെ ചെയ്യുമ്പം അങ്ങ് അത് ഫിക്സ്ഡ് ആണ്, അത് വരുമ്പം നമ്മള് കുറച്ച് ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ടി വരും. ഈ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പ്രോസസ് ഇല്ല, ഞാൻ ഡയറക്ടേഴ്സിനനുസരിച്ച് അങ്ങ് ചെയ്യാണ്, ഞാനങ്ങനെ ഒന്നിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നില്ല, ഒന്നിനു വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ സത്യമാണ്? സത്യമാണ്, ഉറപ്പായിട്ട് 100% സത്യമാണ്. എന്നെ ജഡ്ജ് ചെയ്യാൻ എനിക്കറിയില്ല. എന്നെ ജഡ്ജ് ചെയ്യാൻ എന്നെക്കാൾ നന്നായിട്ട് വിഷ്ണുവിന് അറിയാൻ പറ്റുമായിരിക്കും. എനിക്കറിയാൻ പറ്റില്ല. അറിയാൻ പറ്റും, അതൊരു വിജയമാണോ പരാജയമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് എന്താണ് ഞാൻ കൃത്യമായിട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് എൻ്റെ മനസ്സിൽ നിങ്ങളെനിക്ക് പറഞ്ഞു തരുമ്പോൾ ഒരു ധാരണ വരും. അത് ഞാൻ ചെയ്യുന്നു. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ക്വാളിറ്റിയോ ക്വാണ്ടിറ്റിയോ ജഡ്ജ് ചെയ്യാൻ എനിക്കറിയില്ല. അങ്ങനെ പ്രോസസ്സ് ചെയ്യാൻ എനിക്കറിയാം. ആ പ്രോസസ്സേ അല്ല ഞാൻ ചെയ്യുന്നത്. ഞാനൊരു സിനിമയ്ക്ക് വേണ്ടി അതിനു വേണ്ടി തന്നെ ആദ്യം ഈ സൂര്യ പോർട്ടർ ഇതിൻ്റെ നമുക്ക് ഫസ്റ്റ് ഒരു വർക്ക്ഷോപ്പ് പോലെ സൂര്യയും നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് അതൊന്ന് വർക്ക് ചെയ്യാം എന്നായിരുന്നു സുധയുടെ അഭിപ്രായം. അപ്പൊ അത് പടം ചെയ്യുന്നതിന് 2.5 കൊല്ലത്തിന് മുമ്പേ സ്ക്രിപ്റ്റ് എൻ്റെ വീട്ടിലുണ്ട്. ഞങ്ങളിങ്ങനെ ഡിസ്കസ് പറയുകയും ഓരോ സിനിമ അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഒരു രക്ഷയില്ല, കാര്യം അപർണയൊക്കെ വെച്ചിട്ട് അവര് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്കത് പറ്റത്തില്ല. കാരണം ഈ ചെയ്യുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഫിക്സ് ചെയ്യും, ഞാനിങ്ങനെ ചെയ്യുമായിരിക്കും, അപ്പൊ വിഷ്ണു ഇങ്ങനെ പെർഫോം ചെയ്യുമായിരിക്കും എന്നൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യും. ഞാൻ അവിടെ വരുമ്പോൾ ചെയ്യുന്ന ഇതൊന്നും ആയിരിക്കത്തില്ല. ആ സമയത്ത് ആക്ഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ ഇപ്പൊ വരുന്നു അതേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ നിങ്ങൾ അപ്സെറ്റ് ആവും. നിങ്ങളൊന്ന് ഫിക്സ് ചെയ്ത് വെച്ചേക്കല്ലേ, ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പെരുമാറണം എന്ന് ഫിക്സ് ചെയ്ത് വെക്കുമ്പോൾ കൂടെയുള്ളവർക്ക് ബുദ്ധിമുട്ടാവും. അത് എനിക്കത് വരത്തില്ല, അതാ പ്രശ്നം. അപ്പൊ ഞാൻ അത് ഒഴിവാക്കി, ബാക്കിയുള്ളവരെല്ലാം വെച്ച് ചെയ്തു. പിന്നൊരു ഓ അന്ത നാട്കൾ എന്നും പറഞ്ഞൊരു സിനിമ, 4 ഫിലിമിലുള്ള 4 ക്യാരക്ടേഴ്സ് ഒന്നിച്ച് ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ഒരു ഫിലിം. അപ്പൊ ഞാനുണ്ട്, രാധിക, സുഹാസിനി, ഖുഷ്ബു, അങ്ങനെ ഞങ്ങൾ 4 പേര് 4 സിനിമയുടെ ക്യാരക്ടേഴ്സാണ്. അപ്പൊ ഞങ്ങൾ 4 പേരും കൂടെ ഒരുമിച്ച് ചേർന്നൊരു സ്ഥലത്തേക്കുള്ള ഒരു യാത്ര. അങ്ങനെ അതിനുവേണ്ടി റിഹേഴ്സൽ ചെയ്തേ പറ്റുള്ളൂ. കാരണം പരസ്പര ബന്ധമില്ലാത്ത 4 സിനിമയിലെ 4 ക്യാരക്ടേഴ്സാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ അതായിട്ടൊന്ന് മൂവ് ചെയ്യുന്നുള്ളത് കുറച്ച് നാൾ മുമ്പ് വന്ന പടമാണ് എന്ന് പറഞ്ഞ് വന്നു. ഇവിടെ വന്നിട്ട് ഓസ്ട്രേലിയയിലാണ് ഷൂട്ടിങ്. അപ്പൊ അവിടെ റിഹേഴ്സൽ എന്നുള്ള സമയമില്ല. നമ്മൾ കാൻഡിഡാണ് പലപ്പോഴും വർക്ക് ചെയ്യുന്നത്. അപ്പം പല കടകളിലും റോഡിലും ഒക്കെ ഇറക്കി വിട്ടിട്ട് ക്യാമറ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പം അവിടുന്ന് നമുക്ക് ഒരു ഹിന്റ് തരാൻ പോലും പറ്റത്തില്ല, ബാക്കി എല്ലാം ഷൂട്ടാണ്. അപ്പൊ നിങ്ങൾ അതിനിടയ്ക്ക് നിങ്ങൾ പറയുക
ചിലപ്പോൾ ഒരു ചെറിയൊരു നോട്ടമൊക്കെ നോക്കും അവിടെ ഒന്നുകൂടെ കാണിക്കും, അപ്പോൾ ഒന്നുകൂടെ നമ്മളത് പറയണം. അപ്പൊ അതെനിക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് ഇല്ല, അങ്ങനെ പോയി. പക്ഷെ അവിടെ ചെയ്തൊന്നുമില്ല, ഞാൻ സ്പോട്ടിൽ ചെയ്ത്. അപ്പൊ സ്പോട്ടിൽ ഷൂട്ട് കഴിയുമ്പോൾ അവര് ഇതാണോ പറഞ്ഞത്, അവിടെ വെച്ച് ഇങ്ങനെ അല്ലല്ലോ ചെയ്തത്. അപ്പൊ ഞാൻ പെട്ടു. അപ്പൊ ഞാൻ പറയാം അങ്ങനല്ല, എനിക്ക് ഇപ്പോഴും ഇങ്ങനെയാ തോന്നി. അതങ്ങനെ തോന്നിയ പോലെ ചെയ്യാൻ പറ്റും. അവിടെ വന്നപ്പോ കൈയെടുത്ത് ഇങ്ങനെ എന്നെ നുള്ളുമ്പോഴല്ലേ ഞാൻ ഇത് പറയുമെന്ന് പറഞ്ഞേ, പിന്നെ എന്നെ നുള്ളാത്തെന്താ? അപ്പൊ ഇപ്പൊ തോന്നിയില്ല നുള്ളാൻ. അന്ന് അവിടെ ഇരുന്നപ്പോ എനിക്ക് സൗകര്യമായിരുന്നു നുള്ളാൻ. ഇതിപ്പോ 4 പേരും കൂടെ നടന്നപ്പോ അങ്ങ് അറ്റത്തായപ്പോ എനിക്ക് നുള്ളാൻ പറ്റുന്നില്ല. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പൊ എനിക്ക് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സൊക്കെ എന്തോ എനിക്ക് അറിഞ്ഞൂടാ. ഞാനതാ ഓരോരുത്തരെ കണ്ട് അത്ഭുതപ്പെടുന്ന, ഈ ഹോംവർക്ക് ചെയ്ത് കറക്റ്റ് ആയിട്ട് നേരത്തെ പ്രിപ്പയർ ചെയ്ത് പെർഫോം. അതെ 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 അതെ, എനിക്കറിയത്തില്ല. വലിയ പാടാണ് വിഷ്ണു, അതൊക്കെ വലിയ കഴിവാണെന്നാ വിചാരിക്കുന്നത്. വലിയ പാടാണ്. ഈ ഹാസ്യാണല്ലോ ഡീൽ ചെയ്യുന്നത്, അങ്ങനെ പറയാൻ പറ്റത്തില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. ഹാസ്യം എന്ന് വെച്ചാൽ നമ്മളെ ഈ കോൺട്രിബ്യൂഷൻ കോമഡി എന്ന് പറയാം, അത് ഉണ്ടാവത്തില്ല, സിനിമയിലില്ല. എനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ വിഷ്ണു എന്നല്ലേ പേര്, വിഷ്ണുവിൽ എനിക്ക് ചില മാനറിസങ്ങൾ കോമഡി, വിഷ്ണു സീരിയസ് ആയിട്ട് ചോദിച്ചാലും ചില മാനറിസം എനിക്ക് കോമഡി ആയിട്ടായിരിക്കും തോന്നുന്നു. നമ്മുടെ സിനിമയിൽ എന്തൊക്കെയോ ഉണ്ടോ, നമ്മൾ പറഞ്ഞില്ലേ ഇപ്പം വിഷ്ണുവിന്റെ സ്ഥലം എവിടാ? തൃശ്ശൂര്. ഇങ്ങനെ സിറ്റിയിലാണോ വെളിയിലാണോ? ഗ്രാമത്തില. അപ്പൊ തൃശ്ശൂര് നമ്മള് ഒരു ടെൻഷനും ഇല്ലാതെ ഈ ഗ്രാമത്തിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ പല കഥാപാത്രങ്ങളും ചെയ്യുന്ന സീരിയസ് ആയിരിക്കും, പക്ഷെ നമുക്ക് കോമഡി ആയിട്ട് തോന്നും. ചില മാനറിസങ്ങൾ അങ്ങനെയാണ്. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കോമഡി, ഞാൻ പറഞ്ഞ കോൺട്രിബ്യൂഷൻ കോമഡി എന്ന വാക്ക് എനിക്കത് അറിയാവുന്ന അതേ ഉള്ളൂ, വേറെ എന്തോന്ന് അറിയത്തില്ല. അങ്ങനെയില്ല. നമ്മളെ ഒരു കോമഡി കാണിക്കാൻ വേണ്ടി ഒരു കഥാപാത്രത്തെ ഇവിടെ എൻ്റെ ആ സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നതിൽ ഇവിടെ ഉണ്ട് ആൾക്കാർ. നമ്മളെ കണ്ടെത്തിയാൽ മതി. നമ്മുടെ സംഭാഷണത്തിൽ ഒരു ദ്വയാർത്ഥം പോലും ഞങ്ങളുടെ സിനിമയിലില്ല. കുടുംബമായിട്ട് അപ്പം നമ്മൾ വിചാരിക്കുക ഇന്ന നമ്മളിപ്പോൾ ഒരു കച്ചവടക്കാരനെ കാണുന്നു, അല്ലെ ഒരു രാഷ്ട്രീയത്തിലുള്ള ആളെ കാണുന്നു, ഇവർക്കൊക്കെ ചില ഇത് സംഭാഷണ ശൈലിയും കാര്യങ്ങളും ഒക്കെ. നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയാണ്, വിഷ്ണു പറയാം ഞാൻ കൊല്ലത്ത് പോയപ്പോൾ എന്ന്, ആ കൊല്ലത്ത് പോയപ്പോൾ എന്ന് ഞാൻ വെറുതെ ചോദിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് പോസിറ്റീവായിട്ടും എടുക്കാം, നെഗറ്റീവായിട്ടും എടുക്കാം. അപ്പോൾ ഈ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പോസിറ്റീവായിട്ട്, നെഗറ്റീവായിട്ടുള്ളത് കോമഡിയുടെ ഒരു ഇതാണ് പറഞ്ഞത്. ഈ എന്താ എൻ്റെ പടത്തിനകത്ത് 2 മിനിറ്റ് 5 മിനിറ്റ് കോമഡി ഇരുന്നോട്ടെ, അതിനൊരു ആർട്ടിസ്റ്റിനെ സെലക്ട് ചെയ്ത് അവിടുന്ന് ഒരു പിന്നെ കഥാപാത്രത്തിനെ ഉണ്ടാക്കുന്ന പരിപാടിയേ ഇല്ല. ഞങ്ങൾ 10 വർഷം എന്ത് പറഞ്ഞോ അപ്ഡേറ്റ് ചെയ്ത്, പക്ഷേ വിഷയങ്ങൾ മാത്രം ആനുകാലികമായിട്ട് നമ്മൾ പഞ്ചായത്തിൽ ആനുകാലിക പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കോമഡിയാണ് കൂടുതലെന്ന് നിങ്ങൾ കണ്ടിട്ട് ചിരിക്കാനുള്ള അവസരങ്ങളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ടാവും ചിരിക്കാനുള്ള. പക്ഷെ നമ്മൾ അതിനായിട്ടുള്ളൊരു ശ്രമം നടത്തിയിട്ടില്ല. ചേച്ചി പണ്ട് സിനിമയിലുണ്ടായിരുന്നപ്പോ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേരുണ്ട്, ഏത് റോളിലും ഫിറ്റ് ആവുന്ന, ഏത് സംസ്കാരത്തിലും ഏത് ഭൂമികയിൽ കൊണ്ടുവച്ചാൽ, ഇപ്പൊ നായകന്റെ കൂട്ടുകാരനാക്കാം, നായികയുടെ അച്ഛനാക്കാം, ആര് വേണമെങ്കിൽ ആക്കാം. കുറെ പേര് വേണിച്ചേട്ടൻ, ഒടുവിൽ മാളച്ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേര്. ഇപ്പൊ ഇങ്ങനത്തെ ഒരു സെറ്റിംഗ് വരുമ്പോ നമ്മൾ അവരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഒരു ഒരു ഗ്രാമത്തിലെ പടം എന്ന് പറയുമ്പോൾ അവരെയൊക്കെ മിസ് ചെയ്യുന്നത്. ചേച്ചി ഈ പടത്തിന്റെ സെറ്റിൽ അങ്ങനെയുള്ള ആളുകളെ മിസ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും വിഷ്ണു അവര് മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അവരോട് എത്രയോ സിനിമകൾ, അവരില്ലാത്ത ഏത് സിനിമയിലാണ് അഭിനയിച്ചിട്ടുള്ളതെന്ന് വേണം ചോദിക്കാൻ. അത്രയും ഇത് ചെയ്തു. അത് തീർച്ചയായിട്ടും മിസ് ചെയ്യും. അത് മനസ്സിലെവിടെയോ കിടക്കില്ലെന്ന് പറയാൻ പറ്റില്ല. അത് ഉറപ്പാണ്. കാരണം നമ്മൾ അവരെങ്ങനെ കണ്ടുകൊണ്ട് സത്യേട്ടൻ പറയുന്ന പോലെ എൻ്റെ പടത്തിലെ കഥാപാത്രങ്ങളിൽ പലരും ഇല്ല ഇപ്പം. അതൊരു മിസ്സിങ് തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് അത്തരം സിനിമകളോ അത്തരം പ്രമേയങ്ങളോ നഷ്ടപ്പെടുന്നില്ല. അവരാക്കി മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണ്ട. പക്ഷെ നമുക്ക് നമ്മുടെ കഥയ്ക്കും പശ്ചാത്തലത്തിനും പറ്റുന്നവർ വന്ന് അങ്ങനെ വരുന്നുണ്ട്. അത് മാത്രമല്ല, സിനിമയ്ക്ക് നമ്മളെ പോലെ ഇവർക്കെന്ന് വെച്ചാൽ ഒരുപാട് സെന്റിമെന്റ്സ് ഉണ്ട്. ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളുമായിട്ടൊക്കെ പറഞ്ഞു നമ്മൾ സിനിമയെ നോക്കുമ്പോൾ നമ്മുടെ ഒരു കാഴ്ചപ്പാട് എല്ലാവരും നടന്മാരും ഒക്കെയാ. വീട്ടിൽ ചെല്ലുമ്പോ പിന്നെ വിഷ്ണു വീട്ടിലോട്ട് ചെല്ലുമ്പോൾ 7 മണിയായി, 6 മണിക്ക് കൂട്ടുകാരിക്ക് ഇരുന്ന് ന്യായം തള്ളിക്കൊണ്ടിരുന്നതാ. വീട്ടിൽ ചെല്ലുമ്പോൾ പെണ്ണുപിള്ളേക്കും അവിടെ ഒരു ഓഫീസിലൊരു ജോലി ഉണ്ടായിരുന്നു. ഇത് അഭിനയം, ഇത് ഭാര്യയുടെ മുമ്പിൽ ജയിച്ച അഭിനയം. എല്ലാവരും ആർട്ടിസ്റ്റുകളാണ്. നമ്മളിപ്പോഴും ഇവിടുത്തെ മുൻനിര വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഏത് വേഷവും ചെയ്യും. നമ്മൾ പറയാം, വിഷ്ണു അവരുടെ ഒരു ഡയറക്ടർ എന്നുള്ള ഒരു ചെറിയ കാഴ്ചപ്പാട് പറയുകയാണ്. വിഷ്ണു ടിക്കറ്റ് എടുത്ത് അവരുടെ സിനിമ കാണാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്ത് അവരെ കാണാൻ നിൽക്കുന്നവരാണ്. അത്ര വലിയ ആർട്ടിസ്റ്റുകളുണ്ട് നമ്മുടെ മലയാളത്തിലും. ഒരുപാട് പേരുണ്ട്. പുതിയ ആൾക്കാർ വരികയും ചെയ്യുന്നുണ്ട്. എന്തും ചെയ്യും, നമ്മൾ ചെയ്യിച്ചെടുത്താൽ മതി.